ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു ദിവസത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടായിരുന്നു 3 ഓർഗൻഡി സാരീസ്, 3 ഡിഫറെൻറ്റ് കളേഴ്സിൽ 3 ഡിഫറെൻറ്റ് സ്റ്റിച്ചസും തയ്ച്ച് കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അന്ന് കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ് അന്ന് കാണിക്കാത്തത്. ഇന്ന് നമ്മൾ മറ്റ് 2 ഓർഗൻഡി സാരീസാണ് കാണുന്നത്. നേരത്തെ കണ്ട 3 കളേഴ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 കളേഴ്സാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് കാണിച്ച 3 ഓർഗൻഡി സാരി ഡിസ്പ്ലേ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മേളിൽ കാർഡിൽ ലിങ്ക് വരുന്നതായിരിക്കും, അതിൽ കയറി കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ 2 ഓർഗൻഡി സാരീസിൻ്റെ കളേഴ്സ്, ഒന്ന് സ്കൈ ബ്ലൂവും ഒന്ന് ഒരു പിങ്ക്, ഒത്തിരി ബേബി പിങ്ക് അല്ല, എന്നാലും കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് ഓഫ് പിങ്ക് ആയിട്ടുള്ള ഒരു ഓർഗൻഡി സാരീസാണ്. അപ്പോൾ ഈ 2 ഓർഗൻഡി സാരിയാണ് ഇന്ന് കാണുന്നത്. കുറച്ച് കോൺട്രാസ്റ്റ് കളേഴ്സ്, ഇച്ചിരി തെറിച്ച് നിൽക്കുന്ന കളർ ത്രെഡ് ഇട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസൈൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് 2 സാരി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ സാരി. അതിൻ്റെ കളർ ഒരു പിങ്ക്, ബേബി പിങ്ക് അല്ലാത്തൊരു കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് ഓഫ് പിങ്കാണ്. അപ്പം അതിൻ്റെ അകത്ത് മുന്താണിയിൽ നമ്മൾ ഇങ്ങനെയാണ് തയ്ച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മുന്താണി വരുന്നത്. അതിനകത്തൊരു എൽ ഷേപ്പിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. എൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഈക്വലായിട്ട് തന്നെ പോയിട്ടില്ല, അത്ര നീളമില്ല. ഇവിടെ കൂടുതലും ഇവിടെ കുറവുമായിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തയ്ച്ചിരിക്കുന്നത് ഡബിൾ കളർ ആങ്കറിൻ്റെ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. ബ്ലൂവും ലൈറ്റ് ബ്ലൂവും പിന്നെ വൈറ്റും ആയിട്ട് വരുന്ന ഒരു ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ഷെയ്ഡ് ഓഫ് ആങ്കറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് 3 സ്ട്രാൻഡ്സ് യൂസ് ചെയ്താണ് തയ്ച്ചിരിക്കുന്നത്. ലീവ്സ് തയ്ച്ചിരിക്കുന്നത് സാറ്റിൻ സ്റ്റിച്ചാണ്, അത് 3 സ്ട്രാൻഡ്സ് ആണ്. സ്റ്റെം സ്റ്റിച്ച് തയ്ച്ചേക്കുന്നതും 3 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് തയ്ച്ചിരിക്കുന്നത്. ഇപ്പോൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് നല്ല അടുപ്പിച്ചടുപ്പിച്ചാണ് തയ്ച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള വിടവൊന്നും കാണാണ്ട് അത്ര തിക്കായിട്ട് സാറ്റിൻ സ്റ്റിച്ച് പോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ തോന്നും, അതുപോലെ അടുപ്പിച്ചാണ് ഇവിടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ച്ചിരിക്കുന്നത്. 3 സ്ട്രാൻഡ്സും കൂടി ആയതുകൊണ്ട് അങ്ങനെ നല്ല തിക്കായിട്ട് ഇരിക്കുന്നുണ്ട്. നടുക്ക് ബീഡ്സ്, ഈ ഫ്ലവേഴ്സിൻ്റെ നടുക്ക് ബീഡ്സ് ഒന്നും വെച്ചിട്ടില്ല. ഒരു 3 പെറ്റലായിട്ടുള്ള ഒരു ഫ്ലവർ, ഹാഫ് ഫ്ലവർ ആയിട്ട് അങ്ങനെ 3 പെറ്റൽസേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഫ്ലവർ ഡിസൈനാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു എൽ ഡിസൈനായിട്ട് ഈ ഒരു സൈഡിൽ മുന്താണിയുടെ ഈ ഒരു സൈഡും അതുപോലെ തന്നെ 2 സൈഡിലും സെയിം, ഇപ്പോൾ ഇപ്പുറത്തെ സൈഡാണെങ്കിലും ഇങ്ങനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ഡിസൈനാണ് മുന്താണിയിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെസ്റ്റ് പോർഷനിലാണ്, ഫ്രണ്ടിൽ ചെസ്റ്റ് പോർഷനിലാണ് പിന്നെ ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിൽ കുറച്ച് അധികമുണ്ട്. ആ ഷോൾഡറിൻ്റെ അവിടെ തൊട്ട് താഴത്തോട്ട് പോണ ആ ഒരു പോർഷൻ വരെ ഫുള്ളും ഈ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെസ്റ്റ് പോർഷനിലും. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് താഴെ ലെഗിൻ്റെ പോർഷനിൽ വന്നപ്പം അത് സ്ട്രെയിറ്റ് ലൈനായിട്ട് തയ്ക്കുന്നതിന് പകരം ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ ഡിസൈൻ വരച്ച് തയ്ച്ചിരിക്കുന്നത്. അത് നമുക്ക് തന്നെ പാറ്റേൺ നമ്മുടെ ഇഷ്ടത്തിന്, ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് വേണമെങ്കിൽ സ്റ്റാൻഡിങ്ങും വേണമെങ്കിൽ തയ്ക്കാം, അതല്ലെങ്കിൽ ഒരു ഇത്രയും ലെങ്ത്തിൽ വേണം തയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും തയ്ക്കാം. അപ്പം അത് ഇങ്ങനെ വെറുതെ തയ്ച്ചാൽ വൃത്തികേടാകും എന്ന് വിചാരിച്ച് ഞാൻ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ, ഒരു ഫ്ലവർ ഡിസൈൻ ട്രയാങ്കിൾ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പാറ്റേൺ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റാവുന്നതാണ്. അപ്പം അങ്ങനെയാണ് ഇത് തയ്ച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ താഴെ നമുക്ക് കാണാം നല്ല ഭംഗിയായിട്ട് തയ്ച്ച് വെച്ചിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളും എല്ലാവരും തയ്ക്കുമ്പോൾ ഇതുപോലെ തന്നെ തയ്ക്കാൻ ശ്രമിക്കുക, വൃത്തിയായിട്ട്. ഒട്ടും നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പോവാതെ വൃത്തിയായിട്ട് തന്നെ തയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ സാരി വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വെച്ച് കാണിക്കുക ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. നമ്മുടെ പിങ്ക് സാരി ഇതുപോലെ ഷോൾഡറിൻ്റെ ഇവിടെ തൊട്ട് ഇങ്ങോട്ടേക്ക് പുറകിലോട്ട് പോകുന്ന അവിടെ വരെ ഫുൾ ലെങ്ത്തിൽ വർക്കുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് വർക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. ഫ്ലവേഴ്സ് ഇടയ്ക്ക് നടുക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഇനി ആർക്കെങ്കിലും ഈ ഡിസൈൻ തയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഷൈനിങ് എഫക്റ്റ് വല്ലതും വരുത്തണം, കുറച്ചും കൂടെ ഒരു എടുപ്പ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ കുഞ്ഞ് ബീഡ്സ് വെക്കുകയാണെങ്കിൽ, ഫ്രഞ്ച് നോട്ടിനേക്കാളും നല്ലത് കുഞ്ഞ് ബീഡ്സ് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാകും. അതല്ല ഇപ്പം ഒരു പാർട്ടി വെയർ പോലെ അങ്ങനത്തെ ഒരു ഇതിലോട്ടാക്കണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ സ്കാറ്റർ ചെയ്ത് കുഞ്ഞു കുഞ്ഞു ബീഡ്സോ ക്രിസ്റ്റൽസോ എന്തെങ്കിലും ട്യൂബ്സോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഹെവി ലുക്ക് ആക്കാം. നിങ്ങളുടെ സാരി ഇപ്പോൾ സിൽക്ക് സാരിയിലൊക്കെ തയ്ക്കുന്ന ഒരു പാർട്ടി വെയർ ഒക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്താൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാകും. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ ചെസ്റ്റ് പോർഷൻ വരുന്നത്. മുന്താണിയിൽ വന്നിട്ട് ഇതുപോലെ ഇപ്പം നമ്മൾ ഞെറിഞ്ഞിടുമ്പോൾ ഈ ഒരു വീതിയിലാണ് കാണുന്നുള്ളൂ മുന്താണി.
അതുകൊണ്ടാണ് ഈ ഒരു പോർഷനിൽ മാത്രമേ ഇത്രയും ഇങ്ങോട്ടേക്ക് വരച്ചിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറത്തോട്ട് തയ്ച്ചിട്ടില്ല. അപ്പം നമ്മൾ ഞെറിഞ്ഞ വീതിയിലാണ് നമ്മൾ തയ്യൽ വന്നിട്ടുള്ളൂ, എംബ്രോയ്ഡറി വന്നിട്ടുള്ളൂ, കാണാത്ത ഭാഗത്തോട്ട് എംബ്രോയ്ഡറി പോയിട്ടില്ല. പിന്നെ മുന്താണിയുടെ ഒരു സൈഡിൽ മാത്രം തയ്ച്ച ഒരു ഭംഗിക്കുറവ് വരണ്ട എന്ന് വിചാരിച്ച് ഞാൻ 2 സൈഡിലും തയ്ച്ചിട്ടുണ്ട്. ചിലവർക്ക് ഇപ്പം വിടർത്തി വെക്കത്തില്ല, മുന്താണി ഒരു സൈഡിൽ മതി എന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ തയ്ച്ചാൽ മതി, മറ്റേ സൈഡിൽ വിടർത്തണില്ല എന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ തയ്ച്ചാലും മതി. അതിന് പകരമായിട്ട് അപ്പുറത്തെ സൈഡിൽ തയ്ക്കുന്നതിന് പകരമായിട്ട് ഇപ്പുറത്തെ സൈഡിൽ കുറച്ചും കൂടെ എന്ന് വെച്ചാൽ കാണുന്ന ഭാഗത്തിൽ കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് തയ്ക്കാവുന്നതാണ്. ഇതിപ്പോൾ ഈ സാരിയിൽ 2 സൈഡിലും മുന്താണിയുടെ 2 സൈഡിലും തയ്ച്ചിട്ടുണ്ട്. ഇതാണ് ഇങ്ങനെയാണ് ആദ്യത്തെ സാരി വന്നിരിക്കുന്നത്. പിന്നെ താഴെ കാലിൻ്റെ ലെഗ് പോർഷനിലും ഈ സെയിം ഡിസൈൻ തന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് തയ്ച്ചിരിക്കുന്നത്, നമ്മൾ നേരത്തെ കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞൊരു പാർട്ടി വെയർ ആക്കണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ കുറച്ച് ക്രിസ്റ്റൽസോ ബീഡ്സോ സ്റ്റോൺസോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാക്കാം. അപ്പം നമുക്ക് രണ്ടാമത്തെ സാരി കാണാം. അടുത്ത സാരി സ്കൈ ബ്ലൂ കളർ ഓർഗൻഡി സാരിയാണ്. അപ്പം അതിൻ്റെ അകത്ത് ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് കച്ച് വർക്കാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. അതൊരു ഇൻഡിഗോ ബ്ലൂ കളർ കച്ച് വർക്കാണ് ചെയ്തേക്കുന്നത്. ചെയ്യാൻ ഉപയോഗിച്ചത് ആങ്കറിൻ്റെ 3 strands ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഓറഞ്ച് കളറാണ് ഈ ഇങ്ങനെയുള്ള കർവ്സ് എല്ലാം കൊടുത്തേക്കുന്നത്. അത് ഹെയർ ഇൻ ബോൺ ആണ് ഇവിടെ തയ്ച്ചിരിക്കുന്നത്, ഇവിടെ സ്റ്റെം സ്റ്റിച്ചുമാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തയ്ക്കാനും 3 strands തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു പാറ്റേണിൽ വന്നേക്കുന്നത് ഒരു 13 മിറേഴ്സ് വരുന്നുണ്ട്, നടുക്ക് ഒരെണ്ണം, പിന്നെ എല്ലാ സൈഡിലും 3 വെച്ചിട്ട് അങ്ങനെ ഒരു 13 മിറേഴ്സാണ് വരുന്നത്. മിറേഴ്സിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് പിന്നെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന് എല്ലാത്തിനും 6 strands ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതാണ് ഒരു ഡിസൈൻ. ഇങ്ങനത്തെ കുറേ ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം എൻ്റെ മുന്താണി എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. ഇതാണ് സാരിയുടെ മുന്താണിയുടെ ഒരു സൈഡ്. അപ്പം ഇതും അത് 3 ഡിസൈൻ ഇങ്ങനെ കോർണർ വൈസ് ഇങ്ങനെ തയ്ച്ചിരിക്കുന്നതാണ്. കോർണറിലൊന്ന്, മേളിലൊന്ന്, ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം, അങ്ങനെ 3 ഡിസൈനാണ് മുന്താണിയുടെ ഒരു സൈഡിൽ. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ 3 ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സൈഡിലും അതുപോലെ 3 കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പം മുന്താണി ഫുള്ളും ഏകദേശം ഫില്ലാണ്. 2 സൈഡും കൂടെ വരുമ്പോൾ ഫുള്ളും ഫില്ലായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോഴത്തെ സൈഡിലും 3, ഇപ്പോഴത്തെ സൈഡിലും 3, അങ്ങനെ നല്ല മുന്താണി നിറച്ചും വർക്കുള്ളവർ നമുക്ക് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെസ്റ്റ് പോർഷനാണ് വരുന്നത്. ഫ്രണ്ടിൽ വന്നിട്ട് 4 ഡിസൈൻസാണ് വരുന്നത്. 4 ഡിസൈൻസാണ് വരുന്നത്. ഇങ്ങനെ 4 വരുന്നു. ഷോൾഡർ മുതൽ അങ്ങോട്ടേക്ക് വളഞ്ഞു പോണത് അതൊരു 4 ഇഞ്ച് ഗ്യാപ്പിലാണ് ഈ ഡിസൈൻസ് വരച്ചിരിക്കുന്നത്. അങ്ങനെ 4 ഡിസൈൻസ് വരുന്നുണ്ട്. അപ്പോൾ മിറേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് നല്ല ഷൈനിങ് എഫക്റ്റ് വരും. കോൺട്രാസ്റ്റ് കളേഴ്സും ആയതുകൊണ്ട് നല്ല തെറിച്ച് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡിസൈന് താഴെ കാലിൻ്റെ പോർഷനിൽ വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു മൊത്തത്തിൽ ഈ സാരിയിൽ ഉള്ളത്. ഇതാണ് നമ്മുടെ കാലിൻ്റെ പോർഷനിൽ ഇതുപോലെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന കച്ച് വർക്ക് പാറ്റേണിൽ ഈ ബോക്സസ് കുഞ്ഞു ബോക്സസ് ആണെങ്കിൽ 3 strands യൂസ് ചെയ്യേണ്ട, 2 strands ആയാലും കുഴപ്പമില്ല. അത് കച്ച് വർക്കിൻ്റെ ബോക്സിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും നമ്മൾ എടുക്കേണ്ട സ്ട്രാൻഡ്സും. അപ്പം വലിയ ബോക്സ് നിങ്ങൾ വരയ്ക്കണേ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 4 or 3 strands, 3 അല്ലെങ്കിൽ 4 strands ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. മിറർ തയ്ക്കാൻ എപ്പോഴും 6 strands തന്നെ ഉപയോഗിക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു എടുപ്പ് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഫ്രെയിം തയ്ച്ചിട്ട് ഫിക്സ് ചെയ്യുവാണ് ചെയ്തത്. അതല്ല എന്നുണ്ടെങ്കിൽ അല്ലാണ്ടും എങ്ങനെയാണ് മിറർ ഫിക്സ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തയ്ച്ചാലും മതി. ഇപ്പോൾ സ്റ്റെം സ്റ്റിച്ച് ഹെയർ ഇൻ ബോൺ ആണെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ തെറിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഹെയർ ഇൻ ബോണും 3 strands ഇട്ട് തയ്ച്ചേക്കുന്നത്. തീരെ തിന്നായിട്ടുള്ള ലൈൻസ് ആയിരുന്നു. അപ്പോൾ ഹെയർ ഇൻ ബോൺ അതുപോലെ അടുപ്പിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ടൈറ്റ്ലി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ സാരിയുടെ കളർ അതിൻ്റെ ഇടയിൽ കൂടെ കാണുന്നില്ല, അതുപോലെ അടുപ്പിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പം ഇതാണെങ്കിലും അതിൻ്റെ അടിയൊക്കെ നല്ല വൃത്തിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഫോള് വെച്ചിട്ടുള്ള സാരിയാണ്. അപ്പം അതിൻ്റെ അടിയിൽ ഇങ്ങനെ
ഫോള് വെച്ചിട്ടാണെങ്കിലും തയ്ക്കുന്നതിന് കുഴപ്പമില്ല. ഫോളിൻ്റെ പുറമേ കൂടെ തയ്യൽ വരും എന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാവരും ചോദിക്കും ഫോള് വെച്ച് കഴിഞ്ഞു ഇനി തയ്ക്കുന്നതിന് കുഴപ്പമുണ്ടോയെന്ന്. അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. ഫോളിൻ്റെ മേലിൽ കൂടെ തയ്യൽ വരും, അതുണ്ട്. അതല്ല എന്ന് വെച്ചാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം ഈ സാരി ഞാനൊന്ന് വെച്ച് കാണിക്കാം എങ്ങനെയാണ് വരുന്നേ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സ്കൈ ബ്ലൂ സാരി ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും. നിങ്ങൾക്ക് കാണാമല്ലോ, ഷോൾഡർ തൊട്ട് ഇങ്ങോട്ടേക്ക് പോണ ആ പോർഷൻ വരെ നിറച്ചും വർക്ക് ഉണ്ട്, ഹെവി വർക്ക് ഉണ്ട്. നല്ല ബ്രൈറ്റ് കളേഴ്സും ആ മിറേഴ്സിൻ്റെ ഷൈനിങ്ങും കൂടെ ആയതുകൊണ്ട് നല്ല തെറിച്ച് നിൽക്കും. ആരായാലും ഒന്ന് നോക്കും, നിറച്ചും ഷൈനിങ് ആയതുകൊണ്ട്, മിറേഴ്സ് ഉള്ളതുകൊണ്ട്. ഇത്ര മിറേഴ്സ് ഒരുമിച്ച് വരാൻ നല്ലൊരു ഷൈനിങ് എഫക്റ്റാണ്. അപ്പം ഇതുപോലെയാണ് ഈ ഒരു ഡിസൈനിന് ഒരു മോർ ദാൻ 4 ഇഞ്ച് ഉണ്ട് ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു വലുപ്പത്തിൽ ഉള്ള 4 ഡിസൈനാണ് വരുന്നത്. ഇനി മുന്താണി വന്നിട്ട്, മുന്താണിയിൽ ഇത് ഇതുപോലെ ഇങ്ങനെ വരും. ഇങ്ങനെ മുന്താണിയിൽ ഇങ്ങനെയാണ് വരുന്ന 3 ഡിസൈൻ. അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ 3 ഡിസൈൻ. അപ്പം ഞാൻ നേരത്തെ കാണിച്ച പോലെ മുന്താണി നിറച്ചും ഡിസൈൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. കുറച്ച് ഫ്രീ സ്പേസേ ഉള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ മുന്താണി ഫുള്ളും നിറഞ്ഞു തന്നെ ഇരിക്കും. ഇപ്പം നല്ല രാത്രി സമയത്തൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ സാരി ഉടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല ഷൈനിങ് ആയിരിക്കും, മിറേഴ്സ് ഉള്ളത് കൊണ്ട്. താഴെ ഇതുപോലെ ഒരു സിമ്പിളായിട്ടൊരു ഡിസൈനുമാണ് ഈ സാരിയിൽ വെച്ചിരിക്കുന്നത്. അപ്പം ഇന്നത്തെ 2 സാരിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഡിസൈൻസ് വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.